അപ്പോൾ നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് ഞാൻ പറയുന്ന വംശാബ്. എല്ലായിടത്തും തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ കഴിഞ്ഞ 2019 ലാസ്റ്റിലാണ്, നമ്മൾ ഡിസംബറിലാണ് മലപ്പുറം മീറ്റപ്പ് വെച്ചത്. അന്ന് മുതലേ നമ്മോട് പറയുന്നുണ്ട് കണ്ണൂർ നോക്കി. കണ്ണൂരിൽ നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ ആളില്ല, അതുകൊണ്ടാണ് വെക്കാത്തെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടി. അതായത് ഇത്രയും കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ ഓരോരുത്തരെയും പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് പറഞ്ഞ്, ചാനലിൻ്റെ പേര് നല്ല പേരും തരാം, പക്ഷെ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് പല ആളുകളും, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ചിലപ്പോൾ 1000 സബ് പോലും തേഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ വേദിയിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ എവിടെയോ ഉള്ള ആളുകൾ, നമ്മളെ അറിയാത്ത ആളുകൾ, ജസ്റ്റ് വോയിസ് കൊണ്ട് മാത്രം ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട ആളുകളെ നേരിട്ട് കാണുന്ന അതിലും വലിയ ഒരു നമുക്കൊരു അംഗീകാരം, അല്ലെങ്കിൽ അതിലും വലിയൊരു ഓർമ്മ നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാനില്ല. കാരണം ഇതിലെ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ മുസ്ലിം, അപ്പൊ അവരൊക്കെ ആ ഒരു വേദിയിലേക്ക് ഇനി അടുത്ത മീറ്റപ്പിനെല്ലാം മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും, ഇവിടെ ഇപ്പൊ 3 ആളാണെങ്കിൽ ഇവിടെ നമുക്ക് 10 ആള് കൊണ്ടുവരണം. ഏകദേശം നിങ്ങളും ഇതേപോലെ തന്നെ ഏകദേശം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട്, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്കും ചെയ്യണം. നമ്മുടെ ഗ്രൂപ്പിലൂടെ ഒരുപാട് ഗ്രൂപ്പിലൂടെ നമ്മൾ പറയുന്നതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്കത് ബോറടിക്കും. അത് എപ്പോഴും ഗ്രൂപ്പിൽ വന്നിട്ട് അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ഇയാൾക്ക് നേരിട്ട് കണ്ടാൽ തന്നെ യൂട്യൂബിന്റെ കാര്യം തന്നെ പറയാനുള്ളത് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല. കാരണം ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ ന്യൂസിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ഇട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നമ്മളിപ്പോ പല ആളുകളും പറയാറുണ്ട്, ഒരു 10ഓ 50ഓ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇപ്പോഴും സക്സസ് ആയിട്ടില്ല, വ്യൂസ് കിട്ടുന്നില്ല, ആളുകൾ ഇതാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമം പറയാറുണ്ട്. പക്ഷെ ഡെയിലി കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ട്, ഞാൻ ഏകദേശം 2100 വീഡിയോ ഇട്ടിട്ടുണ്ട്. 2100 വീഡിയോ പറഞ്ഞാൽ ഡെയിലി എൻ്റെ സബ്ജക്റ്റ് അങ്ങനത്തെ ആവുകൊണ്ടാണ് അത്രയും കൂടുതൽ വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മൾ എൻ്റെ വീഡിയോ പോലെ ചാനൽ പോലെ നിങ്ങളും ചാനലിൽ ഡെയിലി വീഡിയോ ഇടണമെന്ന് പറയുന്നില്ല. നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ കുക്കിംഗ് ആയിരിക്കും. കുക്കിംഗ് ആണെങ്കിൽ ഇതിലധികം ആളുകൾ കുക്കിംഗ് തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ചിന്താഗതി മാത്രം മാറ്റിയാൽ മതി. ഒന്നാമത്തെ ചിന്താഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചാനൽ കണ്ടിട്ടല്ല കേരളത്തിലെ എല്ലാ സ്ത്രീകളും കുക്ക് ചെയ്യുന്നുള്ളൊരു ആ വിചാരം മാത്രം നമ്മൾ മാറ്റിയാൽ മതി. കാരണം അങ്ങനെ ഒരു വിചാരം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഭയങ്കര ടെൻഷൻ. കാരണം എൻ്റെ വീഡിയോ ആരും കാണുന്നില്ലല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കണം, നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂറാണ് ഫ്രീ കിട്ടുന്നത്? ആ ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഏത് ചാനലാണ് കാണുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 2 മണിക്ക്, ഒരു ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 വരെ ആയിരിക്കും സമയം കിട്ടുക. അപ്പൊ നിങ്ങൾ പോയിട്ട് കുക്കിംഗ്, ഹൈ ഫ്രണ്ട്സ് കുക്കിംഗ് ചാനലാണ്, അതുപോലെ സമൂസ ഉണ്ടാക്കുകയാണ്, മറ്റേ നിങ്ങൾ കാണോ? ഇല്ല. ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ നമുക്കുള്ള ആളുകൾക്കുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, സാധനങ്ങളുണ്ട്, അതൊക്കെയാണ് ആളുകൾക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങളുടെ കുക്കിംഗ് ചാനലിനോട് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും, ചിലപ്പോൾ നിങ്ങൾക്ക് കഴിവുകളുണ്ടാവും, പാട്ട് പാടാൻ കഴിവുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവ്. ഇവിടെ ഇപ്പോ സ്ത്രീകൾക്ക് ഇപ്പോ മെയിനായിട്ട് പറയാനുള്ളത് കുക്കിംഗ് ചാനലിനുപരി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാക്കി മാറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ കുക്കിംഗ് ചാനലിനെ ഉപയോഗിച്ചപ്പോൾ അവർക്ക് അതായിട്ട് ഇൻട്രസ്റ്റ്. അപ്പൊ ആ ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും അതിലൊരു കഴിവ് തെളിയിക്കാൻ കഴിയും. അതുപോലെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകൾ, വരക്കാൻ അറിയുന്ന ആളുകൾ, അതുപോലെ പാടാൻ അറിയുന്ന ആളുകൾ, പിന്നെ എഡ്യൂക്കേഷൻ പരമായിട്ട് കഴിവുള്ള ആളുകൾ, അവർക്കൊക്കെ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാക്കി യൂട്യൂബിനെ മാറ്റും. ഇപ്പൊ ഞാൻ ഫസ്റ്റ് 2016 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 മാർച്ചിലാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ എന്റെ ഫ്രണ്ട് ജസ്റ്റ് എന്നോട് പറഞ്ഞൊരു ആഡ്സൻസിന്റെ വേർഡ് ജസ്റ്റ് പറഞ്ഞു. ആ ആഡ്സൻസ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തു. പലരും
അതിനോട് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ വാക്ക് കിട്ടിയിരുന്നു, നിങ്ങൾ ആശ്രയിക്കുന്നതിൽ പല ആളുകളും ചെയ്യാറെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ചോദിട്ട് സ്ക്രീൻഷോട്ട് ഇടും, ഇത് എങ്ങനെയാ പോകേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്, വേഗം പറയും എല്ലാവരും ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ, വേഗം പറയും ഇക്കാണ് ക്ലിക്ക് ചെയ്യാനും പറയും. പക്ഷെ ഞാനൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വാക്കിനെ തേടി പോകും യൂട്യൂബില് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെന്നെ നോക്കി പഠിക്കാം. അപ്പോഴേ നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ 2019 ഷേക്ക് തുടങ്ങുമ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അറിവുകൾ ബിൽഡ് ചെയ്യാം, കൂട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് തുടങ്ങിയത്, നമുക്ക് ജെൻസ് ആണെങ്കിൽ പല ഗ്രൂപ്പിലും കയറിയിട്ട് അവർക്ക് പല സംശയങ്ങളും ചോദിക്കാൻ പറ്റും, അവർക്ക് സെക്യൂർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ലേഡീസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലേക്കും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാരണം തന്നെയാണ് 2019 ഏകദേശം മാർച്ചിലാണ് ഞങ്ങൾ 3 പേര് ജസ്റ്റ് അറിയുന്ന നമ്മുടെ ബിബി ഉണ്ടായിരുന്നു, അതുപോലെ നിഷാനയും അതുപോലെ ഞാനും, അങ്ങനെ 3 ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ അത് തുടങ്ങി. അതിൽ ഒരുപാട് ആളുകൾ ചേർന്നു, ഒരുപാട് ആളുകൾ പോയി, ഒരുപാട് ആളുകൾ അത് കാസ്റ്റ് ഗ്രൂപ്പാണെന്ന് വിചാരിച്ചു. അവര് എല്ലാവരും വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ആ ഗ്രൂപ്പിൽ എല്ലാം ശരിയാക്കി പോകുന്നതിന്റെ രീതിയിൽ വന്ന് അപ്പൊ തന്നെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർ കാസ്റ്റ് ഗ്രൂപ്പാണെന്നൊക്കെ കേട്ടിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഏകദേശം മൊത്തം നമ്മൾ 3-4 ഗ്രൂപ്പായിട്ട് 700ഓളം മെമ്പേഴ്സ് ഉണ്ട്. 700 മെമ്പേഴ്സ് എന്നാൽ നമ്മൾ പറയുന്നത് അതിൽ ജസ്റ്റ് നമ്മൾ ഇൻഫർമേഷൻസ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. കാരണം നമുക്ക് ചിലപ്പോൾ പല ആളുകളും പറയുന്നത്, പല ആളുകളും സംശയമുണ്ട്, കാരണം പൊട്ടത്തെറ്റാണോ നമ്മൾ പറയുന്നത്, പൊട്ടത്തെറ്റാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പല പൊട്ടത്തെറ്റുകളാണ് നമ്മൾ വലിയവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെടുള്ളൂ. ആ ഒരു ചില ചോദ്യങ്ങളിൽ ചിലപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ സംശയം ഉണ്ടാവും. അപ്പൊ ആ സംശയം ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പൊ എനിക്ക് അതിന്റെ ബേസിൽ ഒരുപാട് അറിവ് എനിക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഏകദേശം ഇതൊക്കെ പഠിച്ചത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആദ്യം വന്നിരിക്കുന്ന ഓരോ കൗണ്ട് സബും ഓരോ വ്യൂസൊക്കെ ഞാനും നോക്കി എഴുതിയിരുന്നു. 1000 ആയപ്പോഴും 2000 ആയപ്പോഴും 3000 ആയപ്പോഴും. പക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഞാൻ 10,000 സബ് ആവുന്നത് വരെ എൻ്റെ ഫ്രണ്ടോ ഫാമിലിയോ ആരും എനിക്ക് ചാനൽ എന്തുപോലും അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പല ആളുകളും ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മുടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം പഠിച്ച ആരെങ്കിലും ആയിരിക്കും. അവരോട് പോയിട്ട് ആദ്യം തന്നെ പറയും എന്തെല്ലാം വിശേഷം. അവര് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളെ പരിചയപ്പെട്ടുള്ള കേട്ടിട്ട് അവര് ജസ്റ്റ് ആ വിശേഷങ്ങൾ പങ്കുവെക്കും. പിന്നെ ലിങ്ക് ഇട്ട് കൊടുക്കും, റെഡിയോ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. പിന്നെ അവർ കാണില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കും. നമ്മുടെ കഴിവുകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ കഴിവുകൾ കണ്ട് വരുന്ന ആളുകൾ എപ്പോഴും നമുക്കുണ്ടാവും. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഫസ്റ്റത്തെ 100 സബ്ബാണ്. ആ 100 സബ് എന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയൊക്കെ ആക്കിയിട്ട് പല ആളുകളും വല്യമാന്റെ ഫോണൊക്കെ എടുത്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോകും. അതുപോലെ വല്യമാന്റെ ഫോണൊന്നും മറ്റുള്ള ഫോണൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പോകും. അതുകൊണ്ടൊരു കാര്യമില്ല. കാരണം ഫസ്റ്റ് ഒരു വീടിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അതിന്റെ ഫൗണ്ടേഷനാണ്. അത് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഫസ്റ്റത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക എന്നാണ്. അതിൽ നിന്നും 10,000 ആയിക്കഴിഞ്ഞാൽ പിന്നെ 1 lakhിലേക്ക് ആവാൻ നിങ്ങൾക്ക് ഫസ്റ്റ് എടുത്ത എഫേർട്ടിന്റെ പകുതി മതി. പിന്നെ 1 lakh നിന്ന് 1 million യാത്രയും വളരെ ചെറിയ ഇത് മതി. കാരണം ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് എത്താം. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരോട് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താണോ കഴിവ്. ഞാൻ എന്റെ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഇട്ടിരുന്നത് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസാണ്. പക്ഷെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അതിന്റെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം മാത്സ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. മാത്സിന്റെ ക്ലാസ് തുടങ്ങി. ആ മാത്സിന്റെ ക്ലാസ്സിലൂടെ തന്നെ എന്റെ വ്യൂവേഴ്സ് കുറവായിരുന്നു. പക്ഷെ അതിലൂടെ ഞാൻ ക്ലാസ്സുകൾ എടുത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 10 ഇരട്ടി അധികം ഞാൻ ഏൺ ചെയ്തു. അപ്പൊ അങ്ങനെ നിങ്ങൾക്കും ഓരോ കഴിവുകളുണ്ടോ, നിങ്ങൾക്ക് ഓരോ ബിസിനസ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും പല ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല തുടക്കമാണ്. നിങ്ങൾ കേൾക്കുന്നത് നമുക്കൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന എഫേർട്ടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ പേ ഓഫ് ഉറപ്പായിട്ടും കിട്ടും. അത് എത്രയാണെങ്കിലും
അപ്പോൾ നമ്മുടെ ഈ ഒരു ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുക്കിംഗ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ആളുകളുടെ ലിസ്റ്റുണ്ട്. ഏകദേശം ഡയറി വീഡിയോ കിട്ടുന്നുണ്ട്. നല്ല എമൗണ്ട് ഒന്നും പറയില്ല, പക്ഷെ നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഒരു കുറവാണെന്നൊക്കെ പറയുന്നു, പക്ഷെ ചോദിച്ചാൽ അറിയാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ലൊരു എമൗണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കിവിടെ മെൻഷൻ ചെയ്യാൻ നമ്മളെ സലിക്കിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട് ആദ്യം ഗ്രൂപ്പിലുണ്ടായിരുന്നു, പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ആളുകളും അവർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ അവരൊരു എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഇവിടുത്തെ ഇത്രയും സമയം നിങ്ങളിവിടെ ചെലവഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പരിചയപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടും. കാരണം എന്നെ ആരും അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ പുതിയതാണ്, ഞാനും ഇവിടെ പുതിയതാണ്, ഫസ്റ്റായിട്ട് എല്ലാവരും അധികം ആൾ കാണുന്നത്. അത് ഞാനും കൂടെ മുണ്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടാം, പരിചയപ്പെടുക, പരിചയം പുതുക്കുക. എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും പല ആളുകൾക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. ഓരോ ആളുകളും നമുക്ക് വിലപ്പെട്ടവരുണ്ട്. ഓരോ ആളുകളും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കുന്നില്ല. ഗ്രൂപ്പിലൊന്നും നമ്മൾ ഗ്രൂപ്പിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അടുത്ത മീറ്റപ്പ് അടുത്ത വർഷം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇവിടെ വന്നിരിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. ഇവിടെ കാണുമ്പോൾ ഒരിക്കലെങ്കിലും എനിക്ക് അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ ഇരിക്കുന്നില്ലെങ്കിൽ ആ ഒരു വേദിയിലേക്ക് എനിക്ക് എത്താൻ പറ്റണം എന്നുള്ള ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓരോ ഗസ്റ്റുകളെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നിങ്ങളും ഇനി അടുത്ത മീറ്റപ്പ് നമ്മളെ കണ്ണൂര് മീറ്റപ്പ് വെക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 100K അല്ലെങ്കിൽ 500K ഒക്കെ, 1000 സബ്ബാണെങ്കിൽ ഉറപ്പായിട്ടും 50K അല്ലെങ്കിൽ 100K. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകള് നമ്മളൊരു വ്യൂവറായിട്ട് കണക്കാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ നോക്കാം. നിങ്ങൾ ഇപ്പോ പല ആളുകൾ പറയുന്നത് നല്ല എക്യുപ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല, എന്നിട്ടും ഞാനൊരു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല എന്നൊക്കെ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ പലപ്പോഴും ചിലപ്പോൾ സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ടോ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ആ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളോട് ഇരിക്കുന്നത്. വലിയ സപ്പോർട്ടിന് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളോട് ഇരിക്കൂല, നിങ്ങളെ പറഞ്ഞു കേൾക്കൂല, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ന്യായീകരണം, ഒരു മടി പിടിച്ചുണ്ടാവില്ല കുറെ ന്യായീകരണം. ആ ന്യായീകരണം മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇതിനോട് കൂടി തന്നെ നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ആളുകളെ ഹസ്ബൻഡുമാരോട് നന്ദി പറയുന്നത്. കാരണം അവരെ നിങ്ങൾ തീർച്ചയായും റെസ്പെക്ട് ചെയ്യണം. അത് ഇത്രയും ഈ ഒരു പരിപാടിക്ക് ഒരുപാട് ദൂരം ഉണ്ടായിട്ടും പല ആളുകളും ഒറ്റയ്ക്കും, അതുപോലെ തന്നെ ഇങ്ങനെ പരിപാടിക്കൊക്കെ വിട്ട് കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ അവരെ കയ്യിലാക്കിയിട്ട് അവരിപ്പോൾ അങ്ങോട്ടൊക്കെ നടക്കുന്നത്, കുട്ടികളെ അങ്ങോട്ടും കൂടെ നടത്തുന്നുണ്ടാവും. അവരോടൊക്കെ വളരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാനൊക്കെ അവരും നിങ്ങളുടെ ഓരോ വളർച്ചയും. കാരണം നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവരെ നോക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സന്തോഷം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, അവർ ചിലപ്പോൾ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയും അവരുടെ ആ ആഗ്രഹത്തിൽ തന്നെ നിങ്ങളുടെ ചാനലും മുന്നോട്ട് കൊണ്ടുപോകുക. അവരെയും കൂടി പരിഗണിക്കുക, മക്കളെയും പരിഗണിക്കുക, എല്ലാവരും പരിഗണിക്കുക. അപ്പൊ ഇത്രയാണ് എനിക്ക് എന്റെ എല്ലാ മീറ്റപ്പിനും ഞാൻ തന്നെ പറയാറുണ്ട്. കാരണം നമുക്ക് പുതിയ പുതിയ അപ്ഡേഷനൊന്നും ഇല്ലല്ലോ, ഒക്കെ ഇതൊക്കെ തന്നെ പറയാം. പിന്നെ ഗ്രൂപ്പിലും കുറെ തള്ളി മറിക്കാറുണ്ട്. അപ്പൊ ആ തള്ളലും ഒക്കെ ഈ എന്റെ തള്ളലും എന്ന് പറഞ്ഞാല് ജസ്റ്റ് എന്റെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുള്ളൂ. എന്താണെങ്കിലും ഇപ്പൊ റവന്യൂ സോഴ്സ് ആണെങ്കിലും റവന്യൂ എന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. പക്ഷെ ഞാൻ ആ വ്യൂവിലൂടെ മറ്റുള്ള വയസ്സിൽ പലരും റവന്യൂ ഏൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് മാക്സിമം ഷെയർ ചെയ്യാറുണ്ട്. പലർക്കും ചിലപ്പോൾ തള്ളായി തോന്നാം, പക്ഷെ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യാം. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പറയുന്നതിന് എതിരായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസ് ആണ്, മറ്റേയാൾ പറയുന്നത് അയാളുടെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്റെ ഞാൻ ഫസ്റ്റ് പറയാറുണ്ട്, എന്റെ എക്സ്പീരിയൻസ് ഫോളോ ചെയ്യേണ്ടോ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളത് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. ഏതായാലും ഇവിടെ വന്ന ഓരോരുത്തരോടും മലപ്പുറത്ത് ഒരുപാട് പേരുണ്ട്. മലപ്പുറം മറ്റപ്പാണെന്ന് സംശയമുണ്ട്. കാരണം മലപ്പുറത്ത് ഒരുപാട് പേരുണ്ട്, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഓരോ ആൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ബാക്കിലുണ്ട്, വരട്ടുന്നുണ്ട്. അവർക്ക് സംസാരിക്കുമ്പോൾ എന്നോട് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് സംസാരിച്ച പരിചയമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ, സംസാരിച്ച് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു ഫംഗ്ഷനാണ് കരുതിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക്
പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാണ്ട് അത് ഞാൻ കുറച്ച്